ആ പരിപാടിയിൽ ഇപ്പോൾ മാറ്റമുണ്ടായിരിക്കുന്നു. RCB ടീം നിലവിൽ വിധാനസൗധയിൽ നിന്ന് നേരത്തെ വന്ന വാഹനത്തിൽ അവർ തിരികെ ഹോട്ടലിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. വളരെ ആഘോഷമാക്കി മാറ്റാൻ വേണ്ടി ആരാധകർ കാത്തുന്ന അവിടെ ഒരു ആഘോഷ തിമിർപ്പിനുണ്ടാകുന്ന ഇടയിലുണ്ടായിരിക്കുന്ന ഈ അപകടം, അതിൽ 7 ആരാധകർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ള ഏറെ ദുഃഖകരമായ വാർത്ത കൂടി ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും നിലവിൽ ആശുപത്രിയിൽ നിരവധി ആളുകൾ തുടരുന്നുണ്ട്. എത്രത്തോളം പേർക്ക് പരിക്കേറ്റുണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണം ഇനി വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ നിശ്ചയിച്ചപ്രകാരമുള്ള പരിപാടികൾ ഇനി നടക്കുമെന്നാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. നിലവിൽ താരങ്ങൾ വിധാനസൗധയിൽ നിന്ന് ഹോട്ടലിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അശ്വതി, അതാണ് MG മിഥുനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങൾ പറയുന്നത് അത് തന്നെയാണ്. വലിയൊരു ദുരന്തം അത് വിളിച്ചു വരുത്തിയത് തന്നെയാണ്. പോലീസ് സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അനുമതി നിഷേധിച്ചിരുന്നതാണ് ഈ വിജയാഹ്ലാദത്തിന് അല്ലെങ്കിൽ ഈ പരേഡിന്. പക്ഷേ പിന്നീടുണ്ടായ സമ്മർദ്ദത്തെ തുടർന്ന്, ആരാധകരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു വിക്ടറി പരേഡിന് പോലീസ് അനുമതി നൽകിയത്. പക്ഷേ ഇപ്പോൾ അത് വലിയൊരു ദുരന്തത്തിന് വഴിവെച്ചിരിക്കുന്നു. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, നിരവധി ആംബുലൻസുകൾ, പോലീസ് വലിയ രീതിയിൽ അവിടെ ആളുകളെ മടക്കി അയക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ തടിച്ചുകൂടിയ ആളുകളാണ്. സൂചി കുത്താൻ ഇടമില്ലാത്ത രീതിയിൽ കാണികൾ തടിച്ചുകൂടിയതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. മിഥുൻ, ഇവിടെ ഒരു ചെറിയ ഒരു പാളിച്ചയുണ്ടായാൽ, ഒരാൾ വീണാൽ അവിടെ വലിയ ദുരന്തമുണ്ടാകാവുന്ന രീതിയിലുള്ള വലിയ ജനക്കൂട്ടമാണ് ചിന്നസ്വാമിയുടെ ചുറ്റുമുണ്ടായിരുന്നത്. അശ്വതി, നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ അറിയാം, ഒരു മണ്ണ് വാരിയിട്ടാൽ അത് താഴേക്ക് വീഴാത്തത്രയും ആരാധകരുടെ വലിയൊരു നിര നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്രത്തോളം ആരാധകർ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വിക്ടറി ആഘോഷിക്കാൻ, ആ ഒരു കന്നി കിരീട നേട്ടം ആഘോഷിക്കാൻ. അതിന്റെ ഭാഗമായാണ് രാവിലെ മുതൽ തന്നെ ആരാധകർ ഇവിടേക്ക് എത്തുകയും ചെയ്തു. കൊടിതോരണങ്ങൾ ഉയർത്തി RCBയുടെ ഇപ്പോൾ നമുക്ക് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ പ്രതികരണം ലഭ്യമാകുമെന്ന് തോന്നുന്നു. അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ബംഗളൂരുവിലെ ഈ ഹോസ്പിറ്റലിന് സമീപത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഔദ്യോഗികമായ അദ്ദേഹത്തിന്റെ പ്രതികരണം അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാകും. എത്രത്തോളം പേർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്, ഒപ്പം തന്നെ പരിക്കേറ്റിട്ടുള്ള വിവരം, അതൊക്കെ നമുക്ക് കൃത്യമായി ഉടൻ തന്നെ ലഭ്യമാകും. ഒരു ഔദ്യോഗിക വിവരം ഇപ്പോൾ ശിവകുമാറിന്റെ പ്രതികരണം തേടുകയാണ് മാധ്യമങ്ങൾ. എന്തായാലും വലിയൊരു അപകടമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. Very proud on behalf of the RCB and Karnataka. 18 years, a long struggle. Mr. Kohli's royalty has paid royalty, and he has been entire team, the dedication, and many of them have not left the team. Correct. So it is a very great, and this moment of youngsters, all sections of the society. Today I watched from the airport to Vidhan Saudha to the air. I think this is not a controllable crowd. Actually, I apologize for all the people of Karnataka and Bangalore. We wanted to take a position, but the crowd was very uncontrollable. So we dropped that position. So I appeal to excuse us, even from the Vidhan Saudha till here, though the rain came and it was the crowd was uncontrollable. The police also was finding very difficult, so we stopped the procession. We brought a open vehicle also there. I think you saw that. Yes. Sir, there was any number of injured or the casualty has been Bangalore. I can't confirm anything. Just now from the Vidhan Saudha, I couldn't bring I had to bring the secretary and the president in my vehicle. The crowd was so much. So sir, questions are adequate how did a lapse like this happen, sir? We had arranged more than 5,000. It is a young, vibrant crowd. This is a very, we can't use our lathi. Sir, ಎಷ್ಟು ಜನ ಇನ್ನ ಮಾಹಿತಿ ಇಲ್ಲ. ಏನಾದ್ರು ಮಾಹಿತಿ ಇತ್ತು ಅಂದ್ರೆ ಖಂಡಿತ ನಿಮ್ಮೆಲ್ಲರಿಗೂ DK ശിവകുമാറിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം പറയുന്ന അനുസരിച്ച് യുവാക്കളുടെ അനിയന്ത്രിതമായൊരു കൂട്ടം അതായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നിയന്ത്രിക്കാനായില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ഉണ്ടായ സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയാണ് അദ്ദേഹം. അതേസമയം എത്ര പേർ മരിച്ചു എന്ന അതിലുള്ള വ്യക്തത അദ്ദേഹവും വരുത്തിയിട്ടില്ല. ഇപ്പോൾ